Hello friends, Technique in Malayalam channel like വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് Xiaomi Mi A3 ന്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ Xiaomi Mi A3 ന്റെ ക്യാമറയെ കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാം. നല്ലൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ ആണ്. ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതുകൂടാണ്ട് തന്നെ 48 മെഗാപിക്സൽ Sony IMX580 സെൻസർ ആണ് ഉള്ളത്. പിന്നെ പ്രൈസിംഗ് വൈസ് നോക്കുകയാണെങ്കിൽ 12,999 പ്രൈസിംഗിൽ നല്ലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് Xiaomi ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയ ക്യാമറയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്യാമറ ഹാർഡ്വെയർ നോക്കാം. ഇതിനകത്ത് വരുന്നത് 48 മെഗാപിക്സൽ Sony IMX580 സെൻസർ ആണ്. f/stop 1.8 അപ്പർച്ചർ ആണ്. 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ ഒരു തേർഡ് 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും LED ഫ്ലാഷും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് റിയർ ക്യാമറേൻ്റെ ഹാർഡ്വെയർ എന്ന് പറയുകയാണെങ്കിൽ. ഇനി ഫ്രണ്ട് ക്യാമറ, ഇതൊരു 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. f/stop 2.0 അപ്പർച്ചർ ആണ് സെൽഫി ക്യാമറ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയ ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഡേ ലൈറ്റ് ഷോട്ട്സ് നോക്കാം. അപ്പോൾ ഡേ ലൈറ്റ് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ Sony IMX580 സെൻസർ കൊണ്ട് എടുത്ത ഷോട്ട്സ് എല്ലാം വളരെ നല്ല ക്ലാരിറ്റിയാണ് വരുന്നത്. നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ആണ് ഓഫർ ചെയ്യുന്നത്. കളർ സാച്ചുറേഷൻസും ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. നല്ല കളേഴ്സാണ്, നാച്ചുറൽ കളേഴ്സാണ് വരുന്നത്. പിന്നെ ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും ഇംപ്രസീവ് ആണ്. സൂം ഇൻ ചെയ്ത് നോക്കിയാലും നമുക്ക് നല്ല ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയർ ക്യാമറ പെർഫോമൻസ് ഡേ ലൈറ്റിൽ നല്ലൊരു ക്യാമറയാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം Sony IMX സെൻസർ ഓൾറെഡി നമ്മൾ Redmi Note 7 Proയിലും കണ്ടതാണ്. പിന്നെ ഈ ഫോണിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ 8 മെഗാപിക്സൽ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് അതിനടുത്ത് കുറച്ച് സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്ന് എടുത്ത സാമ്പിൾസ്. അപ്പോൾ ഇതിൻ്റെ ഷാർപ്നെസ് ലെവൽസ് പ്രൈമറി ക്യാമറേൻ്റെ അത്ര ഇല്ല, കുറച്ചൊരു ബ്ലറിയാണ്. പക്ഷേ എങ്കിൽ പോലും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊണ്ട് നമുക്ക് നല്ല വൈഡ് ആംഗിൾ ഷോട്ട്സ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാവുന്നത്. ഇനി നമുക്ക് ക്ലോസപ്പ് ഇമേജസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയും നല്ലൊരു ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പക്ഷേ ഫോക്കസിങ് ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടായിരുന്നു എക്സ്ട്രീം ക്ലോസപ്പ് ഇമേജസിൽ. ഇപ്പോൾ എങ്കിൽ പോലും അതൊരു എപ്പോഴും ഉള്ളൊരു ഇഷ്യൂ അല്ല. നല്ലൊരു ക്ലാരിറ്റി തരുന്ന ക്ലോസപ്പ് ഷോട്ട്സ് ആണ് Mi A3 പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പോർട്രേറ്റ് ഷോട്ട്സ് എടുക്കുകയാണെങ്കിൽ പോർട്രേറ്റ് ഷോട്ട്സ് Redmi Note 7 Proയിലെ പോലെ തന്നെയാണ്. നല്ല പോർട്രേറ്റ് ഷോട്ട്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്ലർ ബാക്ക്ഗ്രൗണ്ടും വരുന്നുണ്ട്. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ അത്രയ്ക്കൊരു പെർഫെക്റ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കണ്ടില്ല, സൈഡ്സിലെല്ലാം കുറച്ചൊരു ബ്ലറിനെസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പോർട്രേറ്റ് ഷോട്ട്സ് Mi A3 എടുത്ത് നമ്മൾ റിയർ ക്യാമറയിൽ നിന്ന് എടുത്തതാണ്. ഇനി ഇതിൻ്റെ നൈറ്റ് മോഡ് എടുക്കുകയാണെങ്കിൽ നൈറ്റ് മോഡ് 48 മെഗാപിക്സൽ Sony IMX സെൻസർ വളരെ ഇംപ്രസീവായ നൈറ്റ് മോഡ് ഫോട്ടോസാണ് തരുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു 13,000 പ്രൈസ് സെഗ്മെൻറ്റിൽ ഒരു മികച്ച നൈറ്റ് പെർഫോമൻസ് ഉള്ള ഒരു ക്യാമറയെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. അതുകൂടാണ്ട് തന്നെ ഇതിനകത്ത് നൈറ്റ് മോഡും ഇൻക്ലൂഡഡ് ആണ്. നമ്മൾ നൈറ്റ് മോഡ് Redmi Note 7 Proയിലൊക്കെ കണ്ടതാണ്. ആ നൈറ്റ് മോഡ് ഇതിനകത്തും ഇൻക്ലൂഡഡ് ആണ്. വളരെ ഇംപ്രസീവായ നൈറ്റ് മോഡാണ് വരുന്നത്. ഒരു 2-3 സെക്കൻഡ്സ് എടുത്തിട്ടാണ് മൾട്ടിപ്പിൾ എക്സ്പോഷർ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നൈറ്റ് മോഡിലെ ഫോട്ടോസ് വളരെ അധികം ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രോബ്ലി ഒരു 13,000 പ്രൈസ് സെഗ്മെൻറ്റിന് താഴെയുള്ള ഏറ്റവും മികച്ച നൈറ്റ് പെർഫോമൻസ് തരുന്ന ഫോണാണെന്ന് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും Mi A3 കുറിച്ച്. കാരണം അതിൻ്റെ അകത്ത് Sony IMX സെൻസറാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ്. ഇനി ഇതിൻ്റെ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റിസൾട്ട്സ് ആണ് തരുന്നത്. പിന്നെ സെൽഫീസ് നമുക്ക് പൊതുവേ പേഴ്സണൽ ചോയ്സ് ആയത് കാരണം ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷേ എങ്കിൽ പോലും കളേഴ്സ് എല്ലാം നല്ലതാണ്, ഡീറ്റെയിൽസ് നല്ലതാണ്, ഷാർപ്നെസ് ലെവൽസ് നല്ലതാണ്. പക്ഷേ ഒരു എക്സ്പോഷർ ഇഷ്യൂസ് ചില സമയത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ പോർട്രേറ്റ് സെൽഫീസ് എടുക്കുകയാണെങ്കിൽ അവിടെയും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. എഡ്ജ് ഡിറ്റക്ഷൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് Mi A3 ക്യാമറ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സെൽഫി ലവേഴ്സിന് തീർച്ചയായും ഇഷ്ടപ്പെടുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് പറയാവുന്നത് 1080p റെസൊല്യൂഷൻ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇതാണ് 1080p റെസൊല്യൂഷനിലെടുത്ത സാമ്പിൾ. ഇതിനകത്ത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 1080p സാമ്പിളിൽ എടുത്ത ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് കാണാം നല്ല കളേഴ്സും നല്ല ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് Xiaomi Mi A3. ഇനി Mi A3 വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 4K റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് 4K സാമ്പിൾ കൂടി ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് 4K സാമ്പിൾ. അപ്പോൾ 4K സാമ്പിളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിനകത്ത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നടന്നൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഷെയ്ക്ക് കാണാവുന്നതാണ് ക്യാമറയിൽ. അപ്പോൾ കൂടുതൽ നമ്മൾ വാക്കിങ്ങിലോ അല്ലെങ്കിൽ വ്ളോഗിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും 1080p സാമ്പിൾ ആയിരിക്കും നല്ലത്. കാരണം അതിനകത്ത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇൻക്ലൂഡഡ് ആണ്. 4Kയിൽ അത് സപ്പോർട്ടഡ് അല്ല. ഇതാണ് Xiaomi Mi A3 ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾ. ഇതിനകത്ത് നമുക്ക് 1080p റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലാരിറ്റിയും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടും നിങ്ങൾക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് Xiaomi Mi A3 ഫ്രണ്ട് ക്യാമറ, അതായത് 32 മെഗാപിക്സൽ ക്യാമറയിൽ നിന്ന് എടുത്ത ക്യാമറ സാമ്പിൾ. ഇനി Mi A3 സ്ലോ മോഷൻ റെക്കോർഡിംഗ് സപ്പോർട്ടഡ് ആണ്.
പക്ഷേ സ്ലോ മോഷൻ അത്രയ്ക്ക് ഒരു നല്ലൊരു ക്വാളിറ്റി അല്ല. കാരണം ഒരു ഫോക്കസ് ഹണ്ടിങ് ഇഷ്യൂ നമുക്ക് കാണാൻ സാധിക്കേണ്ടായി, ഫോക്കസ് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന ഒരു ഇഷ്യൂ കാണാൻ സാധിക്കേണ്ടായി. അപ്പോൾ സ്ലോ മോഷൻ സപ്പോർട്ടഡ് ആണ്. ഇതാണ് സ്ലോ മോഷനിൽ നമ്മളെടുത്ത ക്യാമറ സാമ്പിൾ. ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിലെടുത്ത ക്യാമറ സാമ്പിൾ. ഇവിടെയും നല്ല ക്വാളിറ്റി എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മൾ പ്രൈമറി 48 MP ക്യാമറേൻ്റെ അത്ര ക്ലാരിറ്റി ഇല്ല. എങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്ന് വീഡിയോസും എടുക്കാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ ഇപ്പോൾ നമ്മൾ കണ്ടത് റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും സാമ്പിൾസ് ആണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ Mi A3 ഒരു നല്ല ക്യാമറ സ്മാർട്ട് ഫോണാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. കാരണം ഡേ ലൈറ്റ് ഷോട്ട്സും ലോ ലൈറ്റ് പെർഫോമൻസും പോർട്രേറ്റ് ഷോട്ട്സും എല്ലാം തന്നെ എബോ ആവറേജ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ് തീർച്ചയായിട്ടും വളരെ മികച്ചതായിരുന്നു. പിന്നെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അപ്പോൾ ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ പെർഫോമൻസ്, ഇത്രയും നല്ലൊരു ട്രിപ്പിൾ റിയർ ക്യാമറ പെർഫോമൻസ് തരുന്ന ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോണാണ് നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും Mi A3നെ കുറിച്ച്. അപ്പോൾ 13,000 പ്രൈസ് സെഗ്മെൻറ്റിൽ താഴെ വരുന്ന ഒരു മികച്ച ക്യാമറ സ്മാർട്ട് ഫോണാണ് Xiaomi Mi A3. അപ്പോൾ ഇതായിരുന്നു Mi A3ൻ്റെ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ്